നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ചക്കക്കുരു അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് സീഡ് അല്ലേ? എന്നാൽ നമുക്ക് പലർക്കും അറിയില്ല ചക്കക്കുരുവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നത്. നമ്മളൊക്കെ കൂട്ടുകറിയിലും മറ്റതുമെല്ലാം അത് ഇടുമായിരിക്കും, എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മിക്കവർക്കും അറിയില്ല. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ ചക്കക്കുരുവിന് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ചക്കക്കുരു അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് സീഡ് നമ്മൾ കേരളീയർക്കെല്ലാം സുപരിചിതമാണ്. കേരളീയർക്ക് മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തുള്ള പല സ്ഥലങ്ങളിലും ഈ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക എന്ന ഒരു പഴം ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ചക്കക്കുരുവിനെ കുറിച്ച് അറിയുമായിരിക്കും. ചക്കക്കുരുവിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം ചക്കക്കുരുവിൻ്റെ പോഷകമൂല്യം അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഒന്ന് ഓട്ടിച്ചു നോക്കാം. 100 ഗ്രാം ചക്കക്കുരുവിൽ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 6.6 to 7 ഗ്രാംസ് പ്രോട്ടീൻ, ഒരു 0.4 ഗ്രാം ഫാറ്റ്, 25 to 35 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, അതിൽ കുറേ ഫൈബറുമുണ്ട്. പിന്നെ മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ C, അതുകൂടാതെ കുറച്ച് കാൽഷ്യം, വൈറ്റമിൻ A, സിങ്ക്, ഇവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് മാത്രമല്ല, സോളുബിൾ ഫൈബർ, ഇൻസോളുബിൾ ഫൈബർ, റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നീ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സും ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. സോളുബിൾ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചെറുകുടലിൽ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗപ്പെടുന്നു. ഇൻസോളുബിൾ ഫൈബർ എന്ന് പറയുന്നതും അതേപോലെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നതും നമ്മുടെ ചെറുകുടലിലൂടെ അങ്ങനെ തന്നെ താഴേക്ക് പോയി വൻകുടലിലെത്തി അവിടെ അധിവസിക്കുന്ന നമ്മുടെ ഗട്ട് മൈക്രോബിയോം അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ അധിവസിക്കുന്ന നല്ല ബാക്ടീരിയയ്ക്ക് വളരുവാൻ നല്ല വളമായി തീരുന്നു. അതിനാൽ തന്നെ ഈ ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ബാക്ടീരിയ നല്ലവണ്ണം നിലനിർത്താൻ. ഇതാണ് ചക്കക്കുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണത്തിൽ ഒന്ന്. ചക്കക്കുരുവിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു അഫ്രോഡിസിയാക്കായിട്ട് പ്രവർത്തിക്കുന്നു. ലൈംഗികതയിലൊന്നും താല്പര്യം വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പുറമേ നിന്നും കൊടുക്കുന്ന സപ്ലിമെന്റ്സോ പദാർത്ഥങ്ങളെയാണ് അഫ്രോഡിസിയാക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ചക്കക്കുരു കുറേശ്ശെയെങ്കിലും നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ലൈംഗികതയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ചക്കക്കുരുവിൻ്റെ അടുത്ത ആരോഗ്യ ഗുണം എന്തെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഫുഡ് പോയ്സണിങ് എന്നിവയെല്ലാം നമുക്ക് വരാതിരിക്കുവാൻ ഒരു പരിധിവരെ ചക്കക്കുരു സംരക്ഷണം നൽകും. കാരണം ചക്കക്കുരുവിൻ്റെ പുറം ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ചില പദാർത്ഥങ്ങൾ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ പല അണുക്കളെ ചെറുത്ത് നിൽക്കുവാൻ സഹായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് അനിമൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഹ്യൂമൻസിൽ ഇനിയും ഒരുപാട് സ്റ്റഡീസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗുണം ചക്കക്കുരുവിന് ഉള്ളതായിട്ട് തന്നെയാണ് പല പഠനങ്ങളും പറയുന്നത്. ചക്കക്കുരു ക്യാൻസർ വരുന്നതിനെതിരെ പ്രതിരോധിക്കുവാനും വളരെയധികം സഹായം ചെയ്യും. ചക്കക്കുരുവിൽ ധാരാളമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന വിവിധ തരം ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ ഒരു ആരോഗ്യ ഗുണം പ്രദാനം ചെയ്യുന്നത്. ഫ്ലാവിനോയിഡ്സ്, സപ്പോണിൻസ്, ഫിനോളിക്സ് എന്നീ ആൻറ്റി ഓക്സിഡൻസ് ആണ് ചക്കക്കുരുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ഈ ഫ്ലാവിനോയിഡ്സ്, സപ്പോണിൻസ്, ഫിനോളിക്സ് ഇവയെല്ലാം തന്നെ DNA-ക്ക് ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കുവാൻ സഹായിക്കുന്നു. അങ്ങനെ DNA-ക്ക് ഡാമേജ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ ക്യാൻസർ സെൽസുകൾ കൂടുതലായി വളർന്നു വരുവാനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നു. ചക്കക്കുരുവിൻ്റെ അടുത്ത ആരോഗ്യ ഗുണം അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ A മൂലമാണ്. വൈറ്റമിൻ A കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ A കാരണം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നൈറ്റ് ബ്ലൈൻഡ്നസ്, അതായത് രാത്രി കാഴ്ച കുറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതെല്ലാം കുറയ്ക്കുവാനും ഒരു വലിയ പരിധിവരെ പറ്റും, ഇത് നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. ചക്കക്കുരുവിൻ്റെ അടുത്ത ഗുണം പ്രദാനം ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യവും അതിനോടൊപ്പം കാൽഷ്യവും എല്ലാം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നല്ലപോലെ നിലനിർത്തി കൊണ്ടുപോകുവാൻ വളരെ ആവശ്യമാണ്. അപ്പോൾ ചക്കക്കുരു നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും അത് സഹായിക്കും.
നമ്മുടെ ശരീരത്തിൽ പലവിധ കാരണങ്ങളാൽ ഇൻഫ്ലമേഷൻ വരുന്നത് ഒരു വലിയ പരിധിവരെ ചെറുക്കുവാനും ചക്കക്കുരുവിന് പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനോടും അകം ഈ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ആ ന്യൂട്രീഷണൽ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ, പോഷകമൂല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കാരണമൊക്കെ തന്നെയാണ്. ചക്കക്കുരു നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സേന കുറച്ചുകൂടി നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ സഹായിക്കും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കും. HIV ഇൻഫെക്ഷൻ ബാധിച്ചവർ പോലും ചക്കക്കുരു എല്ലാം നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്യും. DNA റിപ്പയർ എല്ലാം ചെയ്യുവാനുള്ള ആ ഒരു കഴിവ് പോലും ചക്കക്കുരുവിനുണ്ട് എന്നാണ് പറയുന്നത്. ചക്കക്കുരുവിൻ്റെ അടുത്ത ആരോഗ്യ ഗുണം എന്തെന്ന് വെച്ചാൽ, വിളർച്ചയുള്ള ആളുകൾ ചക്കക്കുരു നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിളർച്ച കുറയ്ക്കുവാൻ അത് സഹായിക്കും. കാരണം ചക്കക്കുരുവിൽ സാമാന്യം നല്ല അളവിൽ അയേൺ അല്ലെങ്കിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന പ്രശ്നം ധാരാളം ആളുകൾ നേരിടുന്നുണ്ടല്ലേ, അത് കുറയ്ക്കുവാനും ചക്കക്കുരു സഹായിക്കും. കാരണം ചക്കക്കുരുവിൽ ധാരാളം നാര് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മലബന്ധമെല്ലാം കുറയ്ക്കുവാൻ സഹായിക്കുന്നത് വഴി പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു വരുന്നത് ഒരു വലിയ പരിധിവരെ തടയുവാനും ചക്കക്കുരുവിന് സാധിക്കും. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് നമ്മുടെ കുടലിനെ, അതായത് ആമാശയത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ നേരിടുന്ന ആളുകൾക്കറിയാം അതെന്താണെന്ന്. അതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം. ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ളവർക്ക് അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുവാനും ചക്കക്കുരു സഹായിക്കും. ഇത് പല കാരണങ്ങൾ മൂലമാണ്. ഒന്ന്, അത് ഇൻഫ്ലമേഷൻ എല്ലാം കുറയ്ക്കുവാൻ സഹായിക്കും. രണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ ഒരു കാര്യക്ഷമത വർദ്ധിക്കും. മൂന്ന്, അത് ഒരു പ്രീബയോട്ടിക് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ വൻകുടലിൽ ചെന്ന് അവിടെ അധിവസിക്കുന്ന നല്ല ബാക്ടീരിയകൾക്ക് ഒരു വളമായി മാറി അവയെ പരിപോഷിപ്പിക്കുവാനും കൂടുതലായി വളരുവാനും സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വഴി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യുവാനും ഈ ചക്കക്കുരു ഒരുപാട് സഹായിക്കും. ചക്കക്കുരുവിൻ്റെ അടുത്ത ആരോഗ്യ ഗുണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് സ്ത്രീകൾക്കെല്ലാം ഒരുപാട് സന്തോഷമാകുമെന്ന്. നമ്മുടെ ചർമ്മം അല്ലെങ്കിൽ സ്കിന്നിൻ്റെ റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകൾ കുറയ്ക്കുവാൻ ചക്കക്കുരു ഒരു നല്ല പരിധിവരെ സഹായിക്കും. അതേപോലെ നമ്മുടെ സ്കിന്നെല്ലാം നന്നായി തിളങ്ങുവാൻ, അതായത് ഗ്ലോ ചെയ്യുവാനും ചക്കക്കുരു സഹായിക്കും. ഇതിനെങ്ങനെയാണ് നമ്മൾ ചക്കക്കുരു ഉപയോഗിക്കേണ്ടത് എന്നത് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇടാം. ഒരു ഷോർട്സിൽ ഞാൻ ഈ ചക്കക്കുരു ഫേസ് പാക്ക് ഇടുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഇടാം, അധികം വൈകാതെ തന്നെ. ചക്കക്കുരുവിൻ്റെ അടുത്ത ആരോഗ്യ ഗുണവും സ്ത്രീകൾക്കെല്ലാം ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ചക്കക്കുരു ഹെയർ പാക്ക് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പലരുടെയും ഹെയർ എല്ലാം ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടല്ലോ, ബ്രിട്ടിൽ ഹെയർ എന്നല്ലേ അതിന് പറയുക. അങ്ങനെ ആ ബ്രിട്ടിൽ ഹെയർ എല്ലാം കുറയ്ക്കുവാനും അതുപോലെ ഹെയറിൻ്റെ ഡ്രൈനെസ് എല്ലാം കുറച്ച് അത് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുവാനും ഈ ചക്കക്കുരു ഹെയർ പാക്ക് വളരെയധികം സഹായിക്കും. ഈ ഹെയർ പാക്കും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇടാം. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ചക്കക്കുരുവിന് ഇത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് കരുതി എല്ലാ ദിവസവും നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചക്കക്കുരു മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് ശരിയാണോ? അതും ശരിയല്ല. അപ്പോൾ ചക്കക്കുരു കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചക്കക്കുരു കഴിക്കുമ്പോൾ ചില സൈഡ് ഇഫക്ട്സ് ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി നോക്കിയാലേ ഈ വീഡിയോ പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ആസ്പ്രിൻ, ഐബുപ്രൂഫൻ ഇതുപോലെ ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസിനോടൊപ്പം നമ്മൾ ചക്കക്കുരു കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി കുറച്ച് കൂടുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം സ്ഥിരമായി കഴിക്കുന്നവർ ചക്കക്കുരു കഴിക്കുന്നത് കുറച്ച് ജാഗ്രത പാലിച്ച് മതി. വല്ലപ്പോഴുമൊക്കെ കുറച്ച് കഴിക്കാം. അതല്ലാതെ ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുവാൻ വേണ്ടി സ്ഥിരമെന്നോണം കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ചക്കക്കുരുവിൽ മറ്റു പല ഭക്ഷണങ്ങളിൽ എന്ന പോലെ തന്നെ ആൻറ്റി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ന്യൂട്രിയൻസ് ടാനിൻസും ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സും ആണ്. ചക്കക്കുരുവിൽ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന അരി, ബാദാം, മറ്റു പല ഭക്ഷ്യവസ്തുക്കൾ ഇവയിലെല്ലാം തന്നെ ആൻറ്റി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഓരോ ഭക്ഷ്യവസ്തുവിൽ നിന്നും ആൻറ്റി ന്യൂട്രിയൻസ് എടുത്തു മാറ്റാൻ നമ്മൾ ഓരോ പ്രക്രിയയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചക്കക്കുരുവിൻ്റെ ആൻറ്റി ന്യൂട്രിയൻറ്റ് ഇഫക്റ്റ് കുറച്ചെങ്കിലും കുറയ്ക്കാതെ നമ്മൾ അത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മൾ വേറെ വിറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടണമെന്ന് പറഞ്ഞ് ഭക്ഷണമെല്ലാം കഴിക്കുകയാണെങ്കിൽ ആ വിറ്റമിൻസും മിനറൽസും എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചക്കക്കുരു കഴിക്കുമ്പോൾ പച്ചയ്ക്ക് ഒരിക്കലും റോ ആയിട്ട് ഒരിക്കലും കഴിക്കരുത്. ഒന്നുകിൽ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിക്കാം, അതല്ലെങ്കിൽ വേവിച്ച് നന്നായി കുക്ക് ചെയ്ത ശേഷം നമ്മൾ അത് പല രീതിയിൽ നമ്മൾ അത് പാചകം ചെയ്ത് കഴിക്കാം.
മൂന്നാമത്തെ സൈഡ് എഫക്റ്റ്, ചക്കക്കുരുവിന് ഇത്രത്തോളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഒരുപാടധികം ചക്കക്കുരു വേവിച്ചതാണെങ്കിൽ പോലും കൂട്ടുകറിയായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു റെസിപ്പി ആയിട്ടോ ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും ഒരുപാടധികം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് വയറിളക്കവും ഗ്യാസ് വന്ന് വീർക്കുകയും ഇത്യാദി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന പദാർത്ഥങ്ങൾ മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. അത് കാരണം എല്ലാം തന്നെ മിതമായ അളവിൽ വേണം നമ്മൾ കഴിക്കാൻ. ചക്കക്കുരു കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നാലാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അലർജി. വളരെ അപൂർവമായി ചിലർക്കൊക്കെ ഈ ചക്കക്കുരു കഴിക്കുകയാണെങ്കിൽ, അത് ഏത് രീതിയിൽ കഴിക്കുകയാണെങ്കിലും, റോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും, വേവിച്ച് നമ്മൾ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ചെറിയ അലർജി വരാനുള്ള സാധ്യതയുണ്ട്. വളരെ അപൂർവമായിട്ടേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാലും നമ്മൾ ഈ പറയുമ്പോൾ മുഴുവനായിട്ടും പറയണമല്ലോ അല്ലേ? അത് കാരണമാണ് ഞാൻ അതിനെക്കുറിച്ചും കൂടി ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ചക്കക്കുരു കഴിച്ചിട്ടാണ് നമുക്ക് അലർജി വരുന്നത് എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ അത് കഴിക്കാതെ ഇരുന്ന് നോക്കുക. എന്നിട്ട് അലർജി കുറയുന്നുണ്ടോ എന്ന് നോക്കുക. അലർജി ഒന്നും ഇല്ല, നമുക്കത് കഴിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിത്യാഹാരത്തിൽ അത് ഉൾപ്പെടുത്തി തുടങ്ങുക. കാരണം അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അത്രയ്ക്കധികം ഉണ്ട്. ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഇത്രയെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ചക്കക്കുരു നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക? കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കൂട്ടുകറിയിലോ അവിയലിലോ എല്ലാം നമ്മൾ പലരും ഇടാറുണ്ട്. അതേപോലെ ചക്കക്കുരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരിയും നമ്മൾ പലരും വെക്കാറുണ്ട് അല്ലേ? അതല്ലാതെ വേറെയും ഒരുപാട് രീതികളിൽ നമുക്ക് ചക്കക്കുരു ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല, ഈ ചക്കയുടെ കാലം ഒരു 2-3 മാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് മാത്രമല്ലേ നമുക്ക് ചക്കക്കുരു കിട്ടുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാലമെല്ലാം എന്ത് ചെയ്യും? ഒരു വർഷത്തിൽ ഏകദേശം ഒരു 8-9 മാസം എന്ത് ചെയ്യും? അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്ക് ചക്കക്കുരു ഒരു 7-8 മാസത്തോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുക എന്ന രീതിയെക്കുറിച്ചും, അതുപോലെ എങ്ങനെയാണ് ചക്കക്കുരു വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഈ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കും അതേപോലെ അഡൾട്ട്സിനും അതേപോലെ പ്രായമായവർക്കും എല്ലാവർക്കും നമുക്ക് നല്ല രീതിയിൽ പോഷകങ്ങൾ നൽകുവാനായി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചും എല്ലാം അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആ വീഡിയോ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരൊറ്റ വീഡിയോ തന്നെ ഒരുപാട് നീണ്ടതായി പോയി കഴിഞ്ഞാൽ കാണുന്നവർക്കെല്ലാം മുഷിച്ചിലുണ്ടാകും, ആർക്കും സമയവും ഉണ്ടാകില്ല. അപ്പോൾ ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതിനിടയിൽ ഈ കിട്ടിയ വിവരം എല്ലാവരുമായി പങ്കുവെക്കുക. ഈ വീഡിയോ ലിങ്ക് അതിനായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. എല്ലാവരും ചക്കക്കുരു എല്ലാം ശേഖരിച്ച് വെക്കുക. ചക്കക്കുരു എല്ലാം കഴുകി ഉണക്കി വെക്കുക. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു.